ഹായ് ഓൾ. നമ്മുടെ സ്റ്റുഡൻസ് NLP സെഷനെ കുറിച്ച് കുറേ ആളുകൾ എന്നോട് അന്വേഷിക്കാറുണ്ട്. എന്താണ് നമ്മുടെ സ്റ്റുഡൻസ് NLP സെഷൻ, എന്താണ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? 3 days ആയിട്ടാണ് നമ്മളെ സ്റ്റുഡൻസ് NLP ഓൺലൈൻ സെഷൻ ചെയ്യുന്നത്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നോട്ട് എ മോട്ടിവേഷൻ ക്ലാസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ് ലെവൽ ട്രെയിനിങ് ആണ്. NLPയിൽ നിങ്ങൾക്കറിയാം ഒരുപാട് ലേണിംഗ് ടെക്നിക്സും സ്ട്രാറ്റജീസും എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസിനെയും സൂപ്പർ സിമ്പിളാക്കി മാറ്റുന്ന ഒരുപാട് ടെക്നിക്സ് ആണ് NLPയിൽ വരുന്നത്. കംപ്ലീറ്റ് സൊല്യൂഷൻ. ഫസ്റ്റ് ഡേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് തെറാപ്പിയാണ്. കോൺഫിഡൻസ് വേണമല്ലോ, എന്തിനും കോൺഫിഡൻസ് വേണ്ടേ, പഠിക്കാനും വേണ്ടേ കോൺഫിഡൻസ്. കോൺഫിഡൻസ് ഈസ് മസ്റ്റ് ഫോർ ദെയർ സ്റ്റഡീസ്. പക്ഷെ കോൺഫിഡൻസ് വേണം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കോൺഫിഡൻസ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഡേ തന്നെ കുട്ടികൾക്ക് എന്ത് ചെയ്യണം, അവരുടെ അകത്തുള്ള കോൺഫിഡൻസിന് എന്ത് ചെയ്യണം, ബൂസ്റ്റ് ചെയ്യുന്ന ടെക്നിക്കാണ് ചെയ്തു കൊടുക്കുന്നത്. അതോടുകൂടി തന്നെ കുട്ടികൾ എന്ത് ചെയ്യാണ്, ആക്ഷൻ എടുക്കാൻ അവർ റെഡിയായി. പഠിക്കുകയാണെങ്കിലും എക്സാമിനെ ഫേസ് ചെയ്യാൻ ആ കോൺഫിഡൻസ് ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തു, പിന്നെ അവർ ഫേസ് ചെയ്തോളും ഓട്ടോമാറ്റിക് ആയിട്ട്. സെക്കൻഡ് ഡേ വി ആർ പ്രൊവൈഡിങ് എന്താണ്, ഇമോഷണൽ ക്ലിയറൻസ് തെറാപ്പി. ഇമോഷണൽ ക്ലിയറൻസ് തെറാപ്പി എന്ന് പറയുമ്പോൾ പഠിക്കുന്ന ഓരോ കുട്ടികളും അവർ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും അല്ലേ. അവരുടെ പ്രോബ്ലംസ് ചിലപ്പോൾ എക്സാം ഫിയർ ആയിരിക്കാം, ടെൻഷൻ ആയിരിക്കാം, സ്ട്രെസ് ആയിരിക്കാം, ചില കുട്ടികൾ പഠിക്കാൻ താല്പര്യമില്ല എന്നുള്ളതായിരിക്കാം, ലേസിനെസ് ആയിരിക്കാം, ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ പറയാറുണ്ട്. ഇങ്ങനെ ഓരോരുത്തർക്കും ഡിഫറെന്റ് ഇഷ്യൂസ് ആയിരിക്കും കുട്ടികൾക്കുള്ളത്. നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരുപോലെ ജനറലൈസ് ചെയ്യും, അവൻ പഠിക്കുന്നില്ല അല്ലെങ്കിൽ അവൾ പഠിക്കാൻ മോശമാണ്, നമ്മൾ മൊത്തത്തിൽ ജനറലൈസ് ചെയ്യും. അതിനുള്ള സൊല്യൂഷനാണ് ഇമോഷണൽ ക്ലിയറൻസ് ടെക്നിക്. അവരുടെ അകത്തുള്ള ഇമോഷനെ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ്, റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ്. വാക്കിലൂടെ അല്ല കേട്ടോ, വെറുതെ സംസാരിച്ചിട്ടല്ല, ടെക്നിക്കിലൂടെ അവരുടെ അകത്തുനിന്ന് എടുത്ത് മാറ്റുമ്പോൾ പിന്നീട് കുട്ടികൾ അതിൽ നിന്ന് റിക്കവറായി. പിന്നെ അവരുടെ അകത്തുള്ളത് എന്താണ്, ഇൻബിൽട്ട് ആയിട്ടുള്ള കോൺഫിഡൻസും ഹാപ്പിനെസ്സും റിലാക്സേഷനും കറേജും കോൺസെൻട്രേഷനും എല്ലാം അകത്താണുള്ളത്. പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യണം, അവർ റിലാക്സ് ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയാണ്. തേർഡ് ഡേ വി ആർ പ്രൊവൈഡിങ് ഗോൾ സെറ്റിംഗ് ടെക്നിക്. ആ ഗോൾ സെറ്റിംഗ് ടെക്നിക്കോട് കൂടിയിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ ആ 3 day സെഷൻ അങ്ങ് സെറ്റായി, ആ ഗോളും കൂടി അവരുടെ ന്യൂറോളജിയിൽ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതോട് കൂടിയിട്ട് കുട്ടികൾ വളരെ ഹാപ്പി ആയിട്ടാണ് നമ്മുടെ സെഷൻ കഴിഞ്ഞിട്ട് പോകുന്നത്. എന്താണ് സെഷൻ പോലും അറിയാതെ വരുന്ന കുട്ടികൾ ഉണ്ടാവാറുണ്ട്. എന്താ സെഷൻ, പാരന്റ്സ് പറഞ്ഞു ഇരിക്കുന്നു. മോസ്റ്റ് ഓഫ് ദ കുട്ടികൾ അങ്ങനെ ഇരിക്കും. സ്റ്റാർട്ടിങ്ങിൽ അവർ പതിയെ അവർക്ക് എന്താ സെഷനൊക്കെ പറഞ്ഞ് ഈ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മോസ്റ്റ് ഓഫ് ദ കുട്ടികളും സ്റ്റുഡൻസും പറയുന്നത്, എനിക്കിത് കിട്ടിയത് എത്ര ഭാഗ്യമായി, എൻ്റെ പാരന്റ് പറഞ്ഞിട്ടാണ് ഞാൻ ഇരുന്നത്. പക്ഷെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് അവരത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പങ്കെടുത്ത ഓരോ കുട്ടികളും അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. സോ എനിക്ക് പറയാനുള്ളത്, ഓരോ പാരന്റ്സിനും നമ്മൾ കുട്ടികളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം, കുട്ടികളെ കുറിച്ച് ഓർത്ത് നിങ്ങൾ വറീഡ് ആവുന്നതിന് പകരം, യു ക്യാൻ ചൂസ് ദിസ് സക്സസ് വാലിയുടെ സ്റ്റുഡൻസ് NLP സെഷൻ. 100% നമ്മൾ കൂടെ ഉണ്ട്, നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളെ കുട്ടികളെ പഠനത്തിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു ഓൾ.